രാജ്യത്തെമ്പാടും മുസ്ലിം MLA-മാരുടെ എണ്ണം, മുസ്ലിം MP-മാരുടെ എണ്ണം കുറയുകയാണ്. 2013 വർഷമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് 2026 മുസ്ലിം MLA-മാരുടെ എണ്ണത്തിലും MP-മാരുടെ എണ്ണത്തിലൊക്കെ ഗണ്യമായ കുറവ് സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ പിറകിലുള്ളത് രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2013 339 MLA-മാരാണ് വിവിധ സംസ്ഥാന നിയമസഭകളിലായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിപ്പോൾ 2026 ആകുമ്പോഴേക്ക് 255 കുറഞ്ഞിരിക്കുന്നു. ഇത് ഉത്തർപ്രദേശിൽ നേരത്തെ 63 MLA-മാരുണ്ടായിരുന്നു, അത് 31 കുറഞ്ഞു. പശ്ചിമ ബംഗാളിൽ 59 MLA-മാരുണ്ടായിരുന്നു, അത് 37 കുറഞ്ഞു. ബീഹാറിൽ 19 MLA-മാരുണ്ടായിരുന്നു, അത് 11 കുറഞ്ഞു. രാജസ്ഥാനിൽ 11 MLA-മാരുണ്ടായിരുന്നു, അത് 6 കുറഞ്ഞു. കേരളത്തിലാണെങ്കിൽ 34 MLA-മാരുണ്ടായിരുന്നത്, അത് 36 വർദ്ധിക്കുകയാണ് ചെയ്തത്. ഗുജറാത്തിൽ 2 എന്നുള്ളത് 1 കുറഞ്ഞു. അതേസമയത്ത് അരുണാചൽ പ്രദേശ്, ഗോവ, ഹിമാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാന നിയമസഭകളിൽ ഒറ്റ മുസ്ലിങ്ങൾ പോലും ഇല്ല. ജമ്മു കാശ്മീരിലാണെങ്കിൽ 58 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്, അത് 51 കുറയുകയാണ് ചെയ്തത്. മുസ്ലിം MLA-മാരുടെ കണക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. 61 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. തൊട്ടടുത്ത് നാഷണൽ കോൺഫറൻസ് ഉണ്ട്. നാഷണൽ കോൺഫറൻസിന് 39 MLA-മാരാണുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് 34 MLA-മാരുണ്ട്. അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിക്കും അത്ര തന്നെ 34 MLA-മാരാണുള്ളത്. BJPക്ക് ആകെയുള്ളത് 2 MLA-മാരാണ് മുസ്ലിം MLA-മാർ. ഒരാൾ ത്രിപുരയിൽ നിന്നും ഒരാൾ മണിപ്പൂരിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ കേരളത്തിലാണെങ്കിൽ മുസ്ലിം MLA-മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ലീഗിന് തന്നെ 22 MLA-മാരാണ് കേരളത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് MLA-മാരുടെ ഒരു കണക്കാണ്. ഇതിൻ്റെ പിറകിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. ഒന്ന്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭജനത്തിന് ഉത്തരവാദിയായ സംഘടനയാണെന്ന് ആക്ഷേപിക്കപ്പെട്ടതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 1947 വരെ അഖിലേന്ത്യാ മുസ്ലിം ലീഗായിരുന്നു. അവരാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തൊക്കെ അവരുണ്ടായിരുന്നു. പക്ഷേ അവർ ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾക്കൊരു പ്രത്യേക രാജ്യമാണ്, തങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യം നിലനിർത്താൻ ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് പിന്നീട്, കാരണം നമ്മുടെ രാജ്യത്തെ മാതൃഭൂമിയെ വിഭജിച്ചത് കൊണ്ടാണ് അവർക്ക് നമ്മുടെ രാജ്യത്ത് പിന്നീട് വലിയൊരു സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ജവഹർലാൽ നെഹ്റു പോലും മുസ്ലിം ലീഗിനെ ചത്ത കുതിരയെന്ന് ആക്ഷേപിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷമാണ് കോൺഗ്രസ് കേരളത്തിൽ മാത്രം അവർ മുസ്ലിം ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത്. പൊതുവേ മുസ്ലിം ലീഗുമായിട്ട് മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസിന് നേരത്തെ സഖ്യമുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനസാമാന്യം അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു മാറ്റം കൂടി ആവശ്യമാണ്. ഇന്നിപ്പം ഒരു ഹിന്ദുക്കളുടെ ഒരു പാർട്ടി ആയിട്ടാണ് BJP പൊതുവെ ആക്ഷേപിക്കപ്പെടാറുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളൊക്കെ ഇഷ്ടം പോലെ BJPയിലുണ്ട്. മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയായിട്ടാണ് BJP. അങ്ങനെ ഹിന്ദു പാർട്ടിയെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും ഹിന്ദു പാർട്ടിയായിട്ടാണ് BJP വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു BJP മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരെയൊക്കെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം വളരെ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പം മുസ്ലിങ്ങൾ പൂർണ്ണമായും ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ തയ്യാറാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ബാബരി മസ്ജിദിൻ്റെ പേരിലൊക്കെ വലിയ വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ തന്നെ ബംഗാളിലെ ഒരു നേതാവ് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ആൾ വീണ്ടും ഞാനൊരു ബാബരി മസ്ജിദ് നിർമ്മിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പം ഈ സമയത്തൊക്കെ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടി തയ്യാറാവണം. കാരണം അവർ ഇന്ത്യയുടെ പാരമ്പര്യത്തിലുള്ള ആളുകളാണ്. അവരൊന്നും തന്നെ വിദേശത്ത് വന്ന ആളുകളല്ല. അതേസമയത്ത് വിദേശ ആക്രമികൾ ഇന്ത്യയിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും നിരവധി ആളുകളെ മാനഭംഗപ്പെടുത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു പിന്തുടർച്ചക്കാരായിട്ട് ഇന്ത്യയുടെ മുസ്ലിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മതപരമായിട്ട് ഒരു ഇസ്ലാമിക വിശ്വാസത്തിൽ അവർക്ക് അർപ്പിക്കാമെങ്കിലും അങ്ങനെ ഒരു ആഗോള ഉമ്മത്തിൻ്റെ ഭാഗമല്ല, തങ്ങളൊരു ആഗോള ഉമ്മത്തിൻ്റെ ഭാഗമാണെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പകരം അവർ ഇന്ത്യയിലെ ആളുകളൊക്കെ തന്നെ തങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളൊരു ധാരണയാണ് അവർ കൈക്കൊള്ളേണ്ടത്. അതിന് പകരം നമ്മുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യോഗയുണ്ട്, അതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിന് ഭാഗമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് പല ആഗോള തലത്തിലുള്ള ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നത്. അതിന് പകരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുഖ്യമായ ദേശീയ മുഖ്യധാരയുമായിട്ട്
യോജിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയൂ. അവർക്ക് മുസ്ലിങ്ങൾ എന്ന രീതിയിലല്ലാതെ സാധാരണ പൗരന്മാരെന്ന നിലയിൽ അവർക്ക് അധികാര സ്ഥാനങ്ങളിലെത്താനും മറ്റെല്ലാ സ്ഥാനങ്ങളിലെത്താനും കഴിയും. ഇപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമായ ചേരിതിരിവിൻ്റെ പേരിലായിരിക്കും മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നത്. കാരണം അവരുടെ ഒരു പൊളിറ്റിക്സ്, കാരണം പല രാഷ്ട്രീയ പാർട്ടികളും, അത് സമാജ്വാദി പാർട്ടി ആണെങ്കിലും ബീഹാറിലെ RJD ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മമതാ ബാനർജി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം, പല കണക്കുകൾ, സച്ചാർ കമ്മീഷൻ കണക്കുകളൊക്കെ എടുത്തു നോക്കുന്നത് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പല സ്ഥലത്തും കുറവാണ്. അപ്പം ഇവരൊക്കെ തന്നെ മുസ്ലിങ്ങളെ ഒരു വോട്ട് ബാങ്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം BJP വളരെ കാര്യമായിട്ട് മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്ന സമയത്ത് നമുക്കറിയാം 2 കൈകൾ കൊണ്ട് മുട്ടിയാൽ മാത്രമേ ശബ്ദം ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളും അതിനുവേണ്ടി തയ്യാറാവുന്ന സമയത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പം തന്നെ IAS ഓഫീസർമാരെ കണക്കെടുത്ത് നോക്കിയാലും IPS ഓഫീസർമാരെ കണക്കെടുത്ത് നോക്കിയാലും IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കണക്കെടുത്ത് നോക്കിയാലും ഡോക്ടർമാരുടെ എണ്ണം എടുത്ത് നോക്കിയാലൊക്കെ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ട്. എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അവരുടെ ഒരു വിഘടനപരമായ സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മറ്റ് മതക്കാരെ പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചുകൂടാ. അപ്പം ഒരു മുസ്ലിങ്ങളെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്ന സമീപനം മാറ്റിയാൽ മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ തന്നെ ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? അവർ മുസ്ലിം അജണ്ടയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അവരെ തള്ളിപ്പറഞ്ഞു. കുറേ വർഷക്കാലം അവരൊരു ഗുണ്ട രാജിലൂടെ അവർ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലായി. ജനങ്ങൾ അവരെ തുറന്നെതിർക്കാൻ തുടങ്ങി. അവർ BJP സഹായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ BJPക്ക് തീരെ സ്വാധീനമില്ലാതിരുന്ന കൽക്കത്ത പ്രസിഡൻസി മേഖലയിലൊക്കെ, ഉദാഹരണത്തിന് കൽക്കട്ടയിലെ നഗരത്തിലെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള 11 സീറ്റിൽ ഒറ്റ സീറ്റ് പോലും നേരത്തെ BJPക്ക് ഉണ്ടായിരുന്നില്ല. അതായത് കൽക്കത്തയിലെ ഭദ്രലോക് എന്ന് പറയുന്ന സവർണ വിഭാഗം, അല്ലെങ്കിൽ താരതമ്യേന സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ചാറ്റർജിമാരും മുഖർജിമാരും ബാനർജിമാരും ഒക്കെ തന്നെ, അവരൊക്കെ തന്നെ നേരത്തെ ഒരു ബംഗാളി അസ്മിതയായിരുന്നു. ഒരു ദേശീയ അസ്മിതയ്ക്ക് പകരം തങ്ങൾ ബംഗാളികളാണ്, അല്ലെങ്കിൽ BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി അവിടെ BJP ജയിക്കാൻ തുടങ്ങി. 11 സീറ്റിൽ 6 സീറ്റ് BJP ജയിച്ചു. അതേപോലെ തന്നെ ബംഗാളിൻ്റെ കൽക്കത്തയുടെ ചുറ്റുവട്ടത്തുള്ള 16 സീറ്റിലും കൂടുതൽ സീറ്റും 11 സീറ്റും ജയിച്ചത് BJP ആണ്. അതുപോലെ കൽക്കത്ത പ്രസിഡൻസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ പ്രദേശത്തും അവിടെയും BJP ആണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം 142 സീറ്റുകൾ ബംഗാളിൽ മുസ്ലിങ്ങൾ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുണ്ട്. അതായത് ബംഗാളിലെ സംസ്ഥാന ശരാശരി 30%. അങ്ങനെ 30%-ലധികം മുസ്ലിങ്ങളുള്ള 142 മണ്ഡലങ്ങളിൽ, ആ 142 മണ്ഡലങ്ങളിൽ കൂടുതലും ജയിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ജയിച്ചിരിക്കുന്നത് BJP ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങൾ BJPയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുസ്ലിം പൊളിറ്റിക്സ് കൊണ്ട് കൂടുതൽ നിലനിൽക്കാൻ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 80 സീറ്റിൽ അവർക്ക് 34 പേരും മുസ്ലിങ്ങളാണ്. അപ്പം മമതാ ബാനർജിയുടെ പാർട്ടിയിലെ പകുതിയോളം പേർ മുസ്ലിങ്ങളാണ് എന്നർത്ഥം. അപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമാണ് അവരുടെ സ്വാധീനം ഇപ്പം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പാർട്ടികൾ, AJUP, ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുജാഹിദീൻ തുടങ്ങിയ പാർട്ടികളൊക്കെ ഉണ്ട്. ഈ പാർട്ടികളൊക്കെ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവരൊക്കെ തന്നെ ഒരുമിച്ച് മത്സരിക്കുകയായിരുന്നെങ്കിൽ TMCയുടെ സംഖ്യ ഇതിലും കുറഞ്ഞാൽ, അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സ്വാധീനമുള്ള പ്രദേശത്ത് ഇവരുടെ സംഖ്യ വീണ്ടും കുറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഭജനവാദത്തിൻ്റെയൊക്കെ ആ സമയത്തെ സ്മരണകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾ ഇന്ത്യയിലെ ദേശീയ ജനവിഭാഗമാണ്, ഇപ്പോൾ ഭരണഘടനാനുസൃതമായി എല്ലാവർക്കും തുല്യ പൗരത്വമാണുള്ളത്. ഇപ്പോൾ പലപ്പോഴും വിദേശത്തേക്ക് നോക്കി നിൽക്കാതെ, അല്ലെങ്കിൽ ആഗോള ഉമ്മത്തിൻ്റെ ഭാഗമാണ് തങ്ങളെന്ന് പറയാതെ ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിക്കുകയും ഇന്ത്യയിലെ പൗരന്മാരെ പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാരെ തങ്ങളുടെ പൗരന്മാരായിട്ട് കണക്കാക്കുകയും ഇന്ത്യക്കാരായിട്ട് തന്നെ കണക്കാക്കുകയും അവരുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ട് ഒരു വിഘടനപരമായ രാഷ്ട്രീയ സമീപനം ഒഴിവാക്കിക്കൊണ്ട് ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ അവർക്ക് ഇന്ത്യയുടെ ദേശീയ ധാരയിലേക്ക് വരാൻ പറ്റൂ. ബംഗാൾ നൽകുന്ന സൂചന അതാണ്. കാരണം ബംഗാളിൽ BJPക്ക് ഒരൊറ്റ MLA പോലുമില്ല. കാരണം എന്താണ്? മറുഭാഗത്ത് ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് ആണ് മുസ്ലിങ്ങൾ കാണിച്ചത്. അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത്. അപ്പോൾ മുസ്ലിങ്ങളില്ലാതെയും ജയിക്കാൻ കഴിയുമെന്ന് BJPക്ക് മനസ്സിലായി. പക്ഷേ BJP ഒരിക്കലും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നില്ല. മുസ്ലിമിനെ രാഷ്ട്രപതിയാക്കിയത് BJP ആണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ദേശീയ മുഖ്യധാരയിലേക്ക് വരലാണ് ഈ തരത്തിലുള്ളൊരു മുസ്ലിം ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിനുള്ളൊരു ഒരേ ഒരു പരിഹാരം.